ഇനി എല്ലാവരും കൂടി ഗസക്കാരെ രക്ഷപ്പെടുത്തും. എന്നിട്ട് അവർ പ്രശംസ വാങ്ങും. അത് മറ്റൊരു ചതിയായിരിക്കും. 2025 എത്രാം തീയതി? ആഗസ്റ്റ് 8 305-ാമത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇനി എല്ലാവർക്കും കൂടി ഗസക്കാരുടെ നടത്തി തീർക്കും. അത് അടുത്തൊരു ചതിയായിരിക്കും. ഏതായാലും ഫലസ്തീൻ പ്രശ്നം തീർക്കാൻ വേണ്ടി മഹ്ദി ഇമാം വരൂല എന്നാണ് എൻ്റെ അഭിപ്രായം. ഫലസ്തീൻ പ്രശ്നം ചതിച്ചവർ തന്നെ തീർക്കും. ഫലസ്തീൻ പ്രശ്നം തീർക്കാൻ വേണ്ടി മഹ്ദി ഇമാം വരൂല. ഫലസ്തീൻ പ്രശ്നം തീർക്കാൻ വേണ്ടി മഹ്ദി ഇമാം വരികയാണെങ്കിൽ എല്ലാവരും മഹ്ദി ഇമാമിനെ സ്വീകരിക്കുക. എന്നാൽ മഹ്ദി ഇമാമിനെ ഒരാളും സ്വീകരിക്കൂല. കയ്യിൽ വാളുള്ളത് കൊണ്ട് മാത്രമേ മഹ്ദി ഇമാമിനെ ഉലമാ സ്വീകരിക്കൂ എന്ന് ഉലമാ പോലും മഹ്ദി ഇമാമിനെ സ്വീകരിക്കുക. ലമ്മാ റഅൂ ഫീ യദിഹി അസ്സൈഫൽ മസ്ലൂൽ എന്ന് ഇമാം മനാവി തൻ്റെ ഫൈദുൽ ഖദീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നോക്ക്, ഇപ്പം ഫലസ്തീൻ പ്രശ്നം ഒരാൾ തീർക്കുകയാണെങ്കിൽ അയാൾ ഹീറോ അല്ലേ? ഇപ്പം മഹ്ദി ഇമാമൊന്നും സങ്കല്പിക്കും. ഫലസ്തീൻ പ്രശ്നം തീർക്കുകയാണെങ്കിൽ എന്താ പറയുക? മാനാൾ 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 മാനാൾ. പിന്നെ ആലിമീങ്ങൾക്ക് ബാൾ കെട്ടി കൊടുക്കേണ്ടി വരും. നിങ്ങൾ സ്ഥലത്തുണ്ടോ ഇല്ലേ? അതാദ്യം പറയും. മഹ്ദി ഇമാമിനെ കാണുമ്പോൾ വാളുണ്ടാവും, ഇല്ലെങ്കിൽ ഒരാൾ സ്വീകരിക്കൂല. ഫലസ്തീൻ പ്രശ്നം ഇപ്പോൾ ഒരാൾ തീർത്തെന്നാൽ അയാളെ നമ്മൾ ഡേറ്റ് എടുക്കല്ലേ? നിങ്ങൾ ഇന്ത്യയിലേക്കൊന്ന് വരും ഒരു സ്വീകരണത്തിന്. അങ്ങനെ അപ്പം മഹ്ദി ഇമാം പറയും ബുക്കിടാം. ശരി, നമ്മൾ മഹ്ദി ഇമാം പറയാം. അവസാനം നമ്മൾ കുത്തി തിരികി മഹ്ദി ഇമാമിൻ്റെ സെക്രട്ടറിനോടൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടാക്കിക്കൊണ്ടാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്വീകരണം കൊടുക്കാൻ നിർവാഹമില്ല. അപ്പോൾ വേണമെങ്കിൽ പറയും എന്ത് ഡൽഹിയിലും ബോംബെയിലും 2 സ്വീകരണത്തിൽ ഞാൻ പങ്കെടുക്കാം. അങ്ങനെ മഹ്ദി ഇമാം കൊണ്ട് വന്നിട്ട് വലിയ കാഡിലാക്ക് വണ്ടിയിലൊക്കെ ഉണ്ട്. ഇറങ്ങുമ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ, നമ്മൾ ഇന്നത്തെ മൂല്യന്മാരെയൊക്കെ കൊണ്ടുപോകണ മാതിരി അല്ലാഹു അക്ബർ സൗകര്യം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വന്നാൽ മതി. മുപ്പരി നമ്മളെ കൂട്ടത്തിൽ നിന്ന് പോയിക്കുന്ന എനിക്ക് തോന്നിച്ച് ബേരൻ്റെ എങ്ങായി ബേരണ്ട വന്നാൽ പോയാൽ ആ ചന്തി വെക്കുന്ന സ്ഥലത്ത് വേറെ ഏതെങ്കിലും മനുഷ്യനെ ഇരുത്താൻ നമ്മളെല്ലാവരും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സ്വീകരിച്ചുകൊണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റ് ചെയ്തത് ഇതൊക്കെ ഉണ്ട് കൊടുത്ത് മഹ്ദി ഇമാം തിന്ന അണ്ടിപ്പരിപ്പിൻ്റെ ബാക്കി എല്ലാവരും കൂടി തിന്ന് ബർക്കത്തിന്. അന്നുണ്ടാവില്ല. ബാള് കണ്ടിട്ടില്ലെങ്കിൽ മഹ്ദി ഇമാമിനെ ഒരാൾ ഭയപ്പെടില്ല, ആലിമീങ്ങൾ പോലും ഭയപ്പെടില്ല. അപ്പോൾ മഹ്ദി ഇമാം ഫലസ്തീൻ പ്രശ്നം തീർക്കാനല്ല വരിക. ആരാണോ ചതിച്ചത് അവർ തീർക്കും. അത് അടുത്തൊരു ചതിയായിരിക്കും. എഴുതി വെച്ചോളി. ഫലസ്തീൻ പ്രശ്നം തീരുകയും ഞാനൊരു പ്രസംഗം നടത്തുകയും ചെയ്താൽ നിങ്ങൾ എന്നെ കേരളത്തിന് പുറത്താക്കും. തിരിച്ചൊന്നോളി. പ്രശ്നം എന്താ? പ്രശ്നം ചതി. എന്തുകൊണ്ടാണ് നമ്മൾ ഒന്ന് ചതിക്ക് കൂട്ടുന്നു?